എന്നാ ഞാൻ വേറെ പലതും കാണിക്കും. എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. എന്റെ കണ്ടക ശരി. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. ഈ സ്ത്രീ പറഞ്ഞതുപോലെ അവരുടെ ചേച്ചിയുടെ ഭർത്താവിനെ വെച്ച് ഞാൻ അവിഹിതം പറഞ്ഞു എന്നാ പറയണേ. എപ്പോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്നു? അവിടെ നിങ്ങട്ട് വന്ന് തിരിച്ചങ്ങോട്ട് അടിച്ചപ്പോ അത് നൊന്തു കൊണ്ടു. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഇങ്ങോട്ട് അടിക്കുമ്പോ തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ച് അങ്ങോട്ട് ഡബിൾ ബാരൽ അടി അങ്ങോട്ട് തരും എന്നുള്ള ഒരു തർക്കമേ വേണ്ട. അബദ്ധം പറ്റിയല്ലേ? ഇന്ത്യയിലില്ല, ഞാൻ ബഹ്റൈനില്ല. നമുക്ക് പ്ലാൻ ചെയ്യാം. ആൽബം അല്ലേ, പ്ലാൻ ചെയ്തോളൂ. നമുക്ക് നാളെ പ്രതീക്ഷനെ ആക്കിയല്ലോ. പ്രതീക്ഷ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്നില്ല. അതാ നിന്റെ വിഷമം അല്ല? പ്രതീക്ഷ ഇല്ലാതെ ഒരു ചിന്തയില്ല. ലിപ് ലോക്ക് ആയിരുന്നാലും ബിക്കിനി ഇട്ടിട്ട് ചുറ്റാനായിരുന്നാലും എടുത്തുയർത്താനായിരുന്നാലും പ്രതീക്ഷ ആണെങ്കിൽ അവൾ ഓക്കെയാണ്. കേട്ടല്ലോ, ദാസന്റെ കുടുംബം കലക്കി, ഇനി പ്രതീക്ഷിച്ചത് കലക്കണം. ഒരു കയ്യബദ്ധം. കുടുംബം കലക്കുന്നത് ആരാണെന്ന് വ്യക്തല്ലേ? കുടുംബം കലക്കുന്ന സ്ത്രീയുടെ നാക്കാണ് നിങ്ങൾ ഈ കേട്ടത്. ഈ വലിയൊരു സംഭവം അവിടെ നടന്നിട്ട് എന്തുകൊണ്ട് അവൾ പോലീസിനെ വിളിച്ചില്ല? വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഈ ഫെയിമിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കയറി പിടിക്കാനുള്ള ആംബിയർ അയാൾ കാണിക്കുമോ? കാണിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അയാൾക്ക് നല്ല ബോധ്യമില്ലേ? എന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ റിസോർട്ട്, അദ്ദേഹത്തിന്റെ ഫുഡ്, അത് നീ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, നിന്റെ കൂടെ വന്ന അസിസ്റ്റന്റ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല, നിന്റെ പേരൻസ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പുറത്തുള്ള 6 7 പേരോ 8 പേര് അവിടെ വന്ന് താമസിക്കുക മാത്രമല്ല, അതിലൊരു താടിക്കാരനൊപ്പം നിനക്ക് ഒരു ബെഡ്റൂം തനിയെ വേണമെന്ന് നീ പറഞ്ഞില്ലേ? നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ആ പെണ്ണ് നിന്റെ ഒപ്പം നീ പറഞ്ഞില്ല. നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, അവിടെ നിൽക്കാം. നിനക്കത് പറ്റൂല. നിനക്ക് റിസോർട്ടിൽ തന്നെ റൂം വേണം, അതും അതിലൊരുത്തന്റെ കൂടെ തന്നെ വേണം എന്ന് പറയുമ്പോ മോളെ നീ എന്താ വിചാരിച്ച? അതല്ല